കൊച്ചി കലൂർ കടവന്തർ റോഡിൻ്റെ കുഴികൾ GCDA അടയ്ക്കാത്തതിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം. റോഡിൽ വാഴ വെച്ചാണ് പ്രതിഷേധിക്കുന്നത്. ആ സമയത്ത് ആ മണ്ണ് കുഴി നികത്തിയിരുന്നെങ്കിൽ വളരെ നന്നാകില്ലായിരുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നിതിൻ, പറയൂ വിവരങ്ങൾ. കോൺഗ്രസിന്റെ പ്രതിഷേധം നിലവിലിപ്പോൾ തുടരുകയാണ്. മുമ്പ് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ടോണി ചെമ്മണി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ പ്രതിഷേധം GCDAക്കെതിരാണ്. പ്രത്യേകിച്ചും കലൂർ കടവന്തറ റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ തൊഴിലാളികളെത്തി, GCDA കരാർ തൊഴിലാളികളെത്തി ഇവിടെ കുഴിയടക്കൽ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ GCയുടെ ഈ കുഴിയടക്കൽ നടപടികൾ അത് മറ്റൊരു വശത്ത് നിന്ന് ആരംഭിച്ചു വരികയായിരുന്നു. കലൂർ ഭാഗത്തുനിന്നും ഇത് ഈ കുഴികൾ അടച്ചുള്ള നടപടികൾ ആരംഭിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ സമരം പുരോഗമിക്കുന്നതിലാണ് ഈ വലിയ ഗതാഗത കുരുക്ക്, കോൺഗ്രസിന്റെ സമരം കാരണം ഇവിടെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതെന്ന് ആരോപിച്ച് ഒരു സ്ത്രീ ഇവിടെ വന്ന് വലിയ പ്രതിഷേധം നടത്തിയത്. ഒരു നാടകീയ സംഭവങ്ങൾ അല്പസം മുമ്പ് തന്നെ അരങ്ങേറിയിരുന്നു. എന്തായാലും റോഡിന്റെ നടുക്ക് വാഴ വെച്ചായിരുന്നു ഈ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇവിടെ നടന്നത്. നിലവിലിപ്പോൾ കുഴിയടക്കാനായി GCDയുടെ കരാർ തൊഴിലാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ അഴിമതി ഈ GCDയുടെ കരാറിൽ ഉണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വാഴ നട്ടുള്ള പ്രതിഷേധം ഇവിടെ നടന്നത്. എന്തായാലും കലൂർ ഭാഗത്തും ഈ കുഴികൾ അടക്കുന്ന നടപടികൾ ഒരു വശത്ത് നിന്ന് GCയുടെ ഭാഗത്ത് നടക്കുന്നു, മറുവശത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ കലൂർ കടവന്തറ. വളരെ ഗൗരവത്തോടെ ഈ വാഴയൊക്കെ കുഴിച്ചു വയ്ക്കുന്നുണ്ടല്ലോ, ആ സഹോദരി ഭയങ്കര ദേഷ്യത്തിലുമാണ്. നമുക്ക് ആ വിഷ്വൽ ഒന്നുകൂടെ കാണാം. ആ വാഴ എടുത്തു കളഞ്ഞവര് കഷ്ടപ്പെട്ട ആൾക്കാർ പോകുന്നത് മന്ത്രിമാരുടെ MLAമാരുടെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങൾ അക്കാല പട്ടിണിക്കാർ പോകുന്നത് ഒരു ഓപ്പറേഷൻ GCD അധികാരികളുണ്ട്. അവർ വന്നിട്ടുണ്ട്. അവർ റോഡ് സമരക്കാരെ ആരും ബുദ്ധിമുട്ടിക്കുന്നത്. രാവിലെ സ്കൂൾ കുട്ടികൾ പോകുന്നത്. എനിക്ക് എൻ്റെ പേര് മഞ്ജു തന്നെ. എൻ്റെ മക്കൾ പഠിക്കല്. ഞാനൊരു അക്കാല പട്ടിണിക്ക് പോകുന്നത്. എൻ്റെ അവകാശ നീതി ആവശ്യം. റോഡ് കുഴി വരുമ്പോൾ സമരക്കാരെ വെച്ച് ഈ രീതിയല്ല ചെയ്യേണ്ടത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ നേരായ രീതി എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയുണ്ട്. നിതിൻ, അവരെന്തായിരുന്നു ഈ കോൺഗ്രസ്സുകാരുടെ ഈ നമ്മുടെ ഈ വാഴ എടുത്ത് കളഞ്ഞത്? ഒരു വലിയ പ്രതീക്ഷയോടെ വെച്ച വാഴയല്ലേ അത്? ഈ കുഴിയിൽ നട്ട വാഴയാണ് സ്ത്രീ വലിയ പ്രതിഷേധത്തോടുകൂടി എടുത്തു കളഞ്ഞത്. കാരണം കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം കാരണം വലിയ ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ തന്നെ കുഴി കാരണം വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതിനിടയിൽ ഇവരുടെ പ്രതിഷേധം കാരണം വലിയ ഗതാഗത കുരുക്ക് രാവിലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ ഇവിടെ വലിയ പ്രതിഷേധം ഉയർത്തിയത്. എന്തായാലും സ്ത്രീക്കെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധം ഉയർത്തി. ഇതിനിടയിൽ പോലീസ് വന്ന് സ്ഥിതി ശാന്തമാക്കുകയായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ GCDയുടെ കരാർ തൊഴിലാളികളെത്തി കുഴിയടക്കുന്ന നടപടികൾ ഇപ്പോൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റോഡിന്റെ ആ വശത്ത് മുതൽ ഇന്ന് രാവിലെ തന്നെ GCDയുടെ കരാർ തൊഴിലാളികൾ എന്തായാലും വലിയ കരാർ തൊഴിലാളികൾ റോഡ് അടച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വരികയായിരുന്നു. എന്തായാലും ഇതിനിടയിലാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇവിടെ നടന്നത്. എന്തായാലും ഒരു വശത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും മറുവശത്ത് GCDയെ കരാർ തൊഴിലാളികൾ ഇവിടെ വെച്ച് കുഴിയടക്കുന്ന നടപടികൾ എന്തായാലും തുടരുന്നുണ്ട്. നിതിൻ അംബുജൻ, എന്തായാലും ഈ പൊതുപ്രവർത്തകർക്കുള്ള ഒരു മുന്നറിയിപ്പ് അത്. കാരണം ഈ സമരവും പ്രതിഷേധവുമായിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഈ കാര്യത്തിന് എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ആക്ഷൻ ചിലപ്പോൾ ഈ നാട്ടുകാരിൽ നിന്നുണ്ടാവും.